നമസ്കാരം. വാർത്തകൾ ആരംഭിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് കടക്കുമ്പോൾ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമെന്ന പുതിയ വിശദാംശങ്ങളാണ് കടന്നുവരുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ മുഴുവൻ ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന വാർത്തയും പുറത്തുവരുന്നു. എന്തായാലും ഇപ്പോൾ ആംബുലൻസ് വഴിയുള്ള യാത്ര ചാലക്കുടിയിലെത്തുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേർന്നു. വിഷ്ണു, എന്തായാലും കുഞ്ഞിന്റെ ചെലവ് മൊത്തം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന പുതിയ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആംബുലൻസിന്റെ ഏതൊക്കെ പാതകളിലാണ് കടന്നു വരുന്നത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് ചാലക്കുടി ഏതാനും നിമിഷങ്ങൾക്കകം ചാലക്കുടി നഗരം പിന്നിട്ട് മുന്നോട്ടെത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും 4 വരി പാതയിലൂടെയാണ് ഇപ്പോൾ ആംബുലൻസ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സുഗമമായ യാത്ര, യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ കുട്ടിയെയും കൊണ്ട് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരം വരെയുള്ള ദൂരം ഏകദേശം 200-ലധികം കിലോമീറ്റർ ദൂരം ഒഴിവാക്കിക്കൊണ്ട് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ആരോഗ്യമന്ത്രി നേരിട്ടിടപെട്ട് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആശുപത്രിയിൽ ഈ എത്തുന്ന ആംബുലൻസിനെ കാത്തുകൊണ്ട് ഒരു വിദഗ്ധ സംഘം തന്നെ നിൽക്കുന്നുണ്ട്. ഏത് സമയവും ആംബുലൻസ് എത്തിയാലും കുട്ടിയെ സ്വീകരിച്ച് അത് വേണ്ട ചികിത്സയിലേക്ക് മറ്റ് അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഈ ആശുപത്രിയിൽ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ച് അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ വേണമെന്നും എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ആശുപത്രി അധികൃതർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം കുട്ടിയുടെ ബന്ധുക്കളെയും രക്ഷിതാക്കളെയും വിളിച്ച ഇക്കാര്യം ആംബുലൻസിനെയും അറിയിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം ആംബുലൻസ്, അതായത് ഏകദേശം 1.25 മണിക്കൂറോളം ആണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന സമയം. അതിനുള്ളിൽ തന്നെ ആംബുലൻസ് ഇവിടെ കൊച്ചിയിലെത്തും. കൊച്ചിയിലെത്തിയ ഉടനെ ഇങ്ങോട്ട് കൊച്ചി നഗരത്തിൽ തന്നെയുള്ള ഗതാഗത ബ്ലോക്ക് എല്ലാം തന്നെ പോലീസ് നേരിട്ടിടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ കുട്ടിയുമായി വരുന്ന ആംബുലൻസ് 2 വഴികളാണ് പ്രധാനമായും ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ആശുപത്രിയിലേക്ക് എത്താനുള്ളത്. ഒന്ന്, നേരിട്ട് കളമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡ് വഴിയുള്ള ഒരു വഴിയും, കൂടാതെ അല്ലെങ്കിൽ ഇടപ്പള്ളി വന്ന വീണ്ടും വേറെ ഇടപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വഴിയുമാണുള്ളത്. മിക്കവാറും കളമശ്ശേരിയിൽ നിന്നുള്ള വഴിയായിരിക്കും ആംബുലൻസ് തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും അല്പസമയത്തകം, അതായത് ഏകദേശം 1/2 മണിക്കൂറിന് ഉള്ളിൽ തന്നെ ഇപ്പോൾ കുട്ടിയുമായി ആംബുലൻസ് ഇവിടെ എത്താനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കൂടാതെ നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങൾ ഗതാഗത തടസ്സങ്ങളില്ലാതെ കൃത്യമായി അവിടെ എത്തുന്നതിനുള്ള ഒരു സൗകര്യം ജനങ്ങളും പോലീസും നേരിട്ടിടപെട്ട് ഒരുക്കി കൊടുത്തതിന്റെ തന്നെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയുമായി എത്രയും പെട്ടെന്ന് ആംബുലൻസിന് എത്താൻ സാധിക്കുന്നത്. കൂടാതെ ഏറെ ആളുകൾ ഈ ഒരു ലൈവ് വീഡിയോ, ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ കേരള എന്ന് പറയുന്ന ഇവരുടെ ഔദ്യോഗിക പേജിൽ ആംബുലൻസ് കടന്നു പോകുന്നതിന്റെ ലൈവ് വീഡിയോ ഉണ്ടായിരുന്നു. ഇതിന് താഴെ നിരവധി പേർ ഉന്നയിച്ച ആവശ്യം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എയർ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യമായിരുന്നു. പക്ഷേ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അത്രയേറെ മോശമായ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ സമ്മർദ്ദം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിലൂടെ ഈ കുട്ടിയുമായ വ്യോമമാർഗം പോകാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂടാതെ ചെറിയ കുഞ്ഞാണ്, 15 ദിവസം മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ പരമാവധി വേഗത്തിൽ വഴികളെല്ലാം തന്നെ ബ്ലോക്കുകൾ ഒഴിവാക്കി, ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കി, വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്ത് ആംബുലൻസിനുള്ള വഴിയൊരുക്കാനാണ് ഇപ്പോൾ പോലീസും അതുപോലെ ജനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ സ്വമേധയാ വഴിയിൽ നിന്ന് മാറിക്കൊടുക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. 2 ആംബുലൻസുകളുടെ എസ്കോർട്ട് കൃത്യമായി ആ ആംബുലൻസിന് ലഭിക്കുന്നുണ്ട്. 2 ആംബുലൻസുകൾ മുന്നിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആംബുലൻസുകൾ അതായത് കുഞ്ഞിനെയും കൊണ്ടുള്ള ആംബുലൻസും കടന്നു പോകാൻ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ചാലക്കുടി ഇപ്പോൾ ഏതാണ്ട് പിന്നിടാറായിട്ടുണ്ട്. ചാലക്കുടി പിന്നിട്ടതോടുകൂടി ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു നഗരം അങ്കമാലിയാണുള്ളത്. അങ്കമാലിയിലും കാര്യമായ ഗതാഗത കുരുക്ക് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഇതുവരെ കഴിഞ്ഞ രാവിലെ 10:30 ആരംഭിച്ച ദൗത്യത്തിൽ ഇതുവരെയും എവിടെയും വാഹനത്തിന് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറയിൽ മാത്രം അല്പനേരം നിർത്തി പെട്രോൾ നിറയ്ക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യം മാത്രമായിരുന്നു കുറച്ചു നേരം വണ്ടി യാത്ര തടസ്സപ്പെട്ടത്. എന്നിരുന്നാൽ തന്നെയും പ്രതീക്ഷിച്ച സമയം അത് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആംബുലൻസ് ഡ്രൈവർക്ക് സാധിക്കുന്നുണ്ട്. വഴികളെല്ലാം തന്നെ ഒരുക്കിയതിനാൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും അല്പസമയത്തിനകം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തും. അത് എത്തുന്നതോടുകൂടി ബാക്കി കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റു ചെലവുകളും കാര്യങ്ങളും സഹായങ്ങളും ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കൊച്ചിയിലെത്തിക്കുകയും കൊച്ചിയിലെത്തിച്ച് കുഞ്ഞിന് ആവശ്യമായ അടിയന്തര ചികിത്സ നൽകുക എന്ന ലക്ഷ്യം, ആ ഒരു ദൗത്യം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്.
വിഷ്ണു, അതുപോലെ തന്നെ സർക്കാർ പൂർണ്ണമായും ചിലവുകൾ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഹൃദയം പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ഇക്കാര്യം ഇപ്പോൾ തൊട്ടുമുമ്പ് കെ ശൈലജ ആരോഗ്യമന്ത്രി എല്ലാവരും അറിയിക്കുകയുമുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട ഏറെ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ആർദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട്. കൂടാതെ കുഞ്ഞുങ്ങൾക്കായുള്ള ഇത്തരം പദ്ധതികളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ചികിത്സ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പണമില്ലാത്തത് കൊണ്ടോ ഒരാളും കഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞിന്റെ ചികിത്സ പൂർണ്ണമായി നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു കോലഞ്ചേരിയിൽ അന്ന് തൊടുപുഴയിൽ വെച്ച് മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ ചികിത്സയും അന്ന് സർക്കാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ജീവൻ രക്ഷിക്കുന്നതിന്റെ ഈ ഒരു ചികിത്സ ഇപ്പോൾ ഈ സർക്കാർ ഏറ്റെടുത്തു എന്നത് ആദ്യത്തെ ഒരു പുതുമയുള്ള വാർത്തയല്ല. എന്നിരുന്നാൽ തന്നെയും വലിയൊരു മാറ്റം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലുണ്ടായിരിക്കുന്നത്. അന്ന് നമ്മൾ ഏറെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, കുഞ്ഞിനെ ശ്രീചിത്രയിലേക്ക് എത്തിക്കുക എന്നത് സമയവും ദൂരവും കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദുഷ്കരമായ ഒരു കാര്യമായിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ സർക്കാരിന്റെ ഇടപെടലോട് കൂടിയാണ് സ്വകാര്യ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി കുഞ്ഞിനെ പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു ആവശ്യം ജനങ്ങളോട് ഉന്നയിച്ചിരുന്നു. ദയവ് ചെയ്ത് വഴിയൊരുക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കൂടാതെ അതിനുശേഷമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പ്രദേശ് സർക്കാർ നിർദ്ദേശമനുസരിച്ച് തന്നെ ആരോഗ്യമന്ത്രി കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇതെല്ലാം നടന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൊച്ചിയിലെ ഈ സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് എത്തുന്നുണ്ടെന്നും അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്യണമെന്നും ചികിത്സയുടെ മറ്റ് ചെലവുകളും കാര്യങ്ങളും എല്ലാം സർക്കാർ വഹിക്കാമെന്നും ആശുപത്രി അധികൃതരെ അറിയിച്ചു. അതോടുകൂടി തന്നെ ആശുപത്രിയിലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. സർക്കാരിന്റെ ക്രിയാത്മകമായ ആ ഒരു ഇടപെടൽ തന്നെയാണ് ഏറെ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ദൗത്യം, നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകാനുള്ള ഈ ഒരു ദൗത്യത്തിന് മുതൽക്കൂട്ടായത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ഇപ്പോൾ ആംബുലൻസിനെ പ്രതീക്ഷിച്ച ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തുന്ന കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ചികിത്സ എന്ത് തന്നെയായാലും അത് നൽകാൻ തയ്യാറായ ആശുപത്രി അധികൃതരുമുണ്ട്. എന്തായാലും കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഇനി ആംബുലൻസ് കൊച്ചിയിലെ ഈ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്താൻ. അതുപോലെ തന്നെ വിഷ്ണു, ഏതാണ്ട് 15 മണിക്കൂറോളം എടുക്കണമായിരുന്നു തിരുവനന്തപുരത്തേക്ക് എത്താൻ. എന്നാൽ പെട്ടെന്ന് ആ ദൂര കൂടുതൽ മൂലമാണ് കൊച്ചിയിലേക്ക് മാറ്റിയത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എത്ര സമയം വേണ്ടിവരും? കൃത്യമായി എത്ര സമയമാകും ആംബുലൻസ് ആശുപത്രിയിലേക്ക് എത്താൻ? സാധാരണഗതിയിൽ തൃശ്ശൂരിൽ നിന്ന് ഈ കൊച്ചിയിലെത്താൻ സാധാരണഗതിയിൽ ഏകദേശം 2 മണിക്കൂറിനടുത്ത സമയമാണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ആംബുലൻസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഏറിപ്പോയാൽ 1 മണിക്കൂറിൽ താഴെ മാത്രം സമയമായിരിക്കും ഇതിന് ആവശ്യമായി ഉണ്ടാവുക. എന്തായാലും വലിയ രീതിയിലുള്ള ബ്ലോക്കുകളൊന്നും ഉണ്ടായിരിക്കില്ല. അതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടാതെ പോലീസും ജനങ്ങളും ഒരു മനസ്സോടെ റോഡിലിറങ്ങി അതിന് വേണ്ട ഒരുക്കങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇനി ആംബുലൻസിന്റെ യാത്രയ്ക്കുണ്ടായിരിക്കില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 650 കിലോമീറ്ററിലേറെ ദൂരമാണ് ഈ മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം വരെയുള്ളത്. നമുക്കറിയാം, മുൻപ് ഒരു കുഞ്ഞിനെ ഇത്തരത്തിലുള്ള കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ തൃശ്ശൂരിനടുത്ത് കേച്ചേരിയിൽ വെച്ച് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അന്നും ഇതുപോലെ ആളുകൾ കൂട്ടമായി പ്രയത്നിച്ചിരുന്നു. റോഡിലിറങ്ങി മണിക്കൂറുകളോളം റോഡ് ഗതാഗതം നിർത്തിവെച്ച് ആംബുലൻസിന് വഴിയൊരുക്കി. അന്ന് ഈ പറയുന്ന പോലെ എത്താനുള്ള ദൂരം വലിയൊരു ബാധ്യതയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കത്തിന്റെ പിന്നിലുള്ള കാരണം ഈ ദൂരക്കൂടുതലും സമയക്കൂടുതലും തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം ആംബുലൻസ് കൊച്ചിയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ കൊച്ചിയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി സ്വകാര്യ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വിഷ്ണു, ഇപ്പോൾ ആംബുലൻസ് എവിടെ പിന്നിട്ടു അല്ലെങ്കിൽ എവിടെ എത്തി എന്നുള്ള കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയുമോ? തീർച്ചയായും നമുക്ക് ഈ ഒരു ആംബുലൻസിന്റെ യാത്ര അതിന്റെ കൃത്യമായ പാത കാണിച്ചുകൊണ്ട് തന്നെ ലൈവായി ഇപ്പോൾ ഈ ഒരു കേരള ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെ പോകുന്നുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ചാലക്കുടി പിന്നിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ്. ഇനി അങ്കമാലിയാണ് അടുത്തതായിട്ടുള്ളതും പ്രധാനപ്പെട്ട ടൗൺ അങ്കമാലിയാണ്. അങ്കമാലിയും പിന്നിടുന്നതോടുകൂടി പിന്നെ കാര്യമായിട്ടുള്ള പ്രദേശങ്ങളില്ല. എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുകയായി. എറണാകുളം ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം മാത്രമാണ് അങ്കമാലിയിൽ
നിന്ന് ഈ പറയുന്ന ആശുപത്രിയിലേക്കുള്ള. അതുകൊണ്ട് തന്നെ കൃത്യമായി വേഗത്തിൽ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഓരോ നിമിഷത്തെയും വിശദമായ അപ്ഡേഷനുകൾ അല്ലെങ്കിൽ കൂടുതൽ കൃത്യതയാർന്ന വിവരങ്ങൾ ഈ സംഘടന അല്ലെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പേജ് വഴി തന്നെ നൽകുന്നതിനാൽ തന്നെ വേറെ ആശങ്കയ്ക്കൊന്നും ഇടമില്ല. എന്തായാലും കൃത്യമായി നമുക്ക് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ആശുപത്രിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വിഷ്ണു, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റുമായി മുഖ്യമന്ത്രി കടകംപള്ളി ഉൾപ്പെടെയുള്ളവർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റുമായിട്ടുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയുമുണ്ടായിരുന്നു. എന്തൊക്കെ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു നാട് ഇത് ഏറ്റെടുക്കുന്നത് നമുക്കറിയാം. ഏറ്റവും പെട്ടെന്ന് വിവരങ്ങൾ കൈമാറാനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയായി സോഷ്യൽ മീഡിയ മാറിയത് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം കേരളം അറിഞ്ഞത് ആ ഒരു പ്രളയകാലത്തായിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് മാസം 16 നടന്ന പ്രളയകാലത്തായിരുന്നു ഈ ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഒരു ഗുണം അറിഞ്ഞത്. വാർ റൂമായി മാറുകയാണ് അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകൾ എല്ലാ തരത്തിലും ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണ് മലയാളികൾ. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ കുഞ്ഞുമായി വരുന്നതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഫേസ്ബുക്ക് അക്കൗണ്ടും ഓരോ വിവര സ്രോതസ്സുകളായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായ വിവരങ്ങൾ എവിടെ എത്തി ആംബുലൻസ് ഇനി എവിടെയെല്ലാം ഏതെല്ലാം രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവിടെ എന്തെല്ലാം രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ വേണം, അവിടെ എങ്ങനെയെല്ലാം ഏത് റോഡ് ക്ലിയർ ചെയ്യണം, എത്ര നേരം ക്ലിയർ ചെയ്യണം എന്നത് ഉൾപ്പെടെ ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങൾ തുടങ്ങിയ മുന്നറിയിപ്പുകൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലെ ഓരോ അക്കൗണ്ടുകളും ഓരോ അക്ഷരാർത്ഥത്തിൽ ഇൻഫർമേഷൻ സെന്ററുകളായി മാറുകയാണ്, വാർ റൂമായി മാറുകയാണ്, ചർച്ച നടക്കുകയാണ്, ബന്ധപ്പെട്ടവരെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സർക്കാരും സർക്കാർ സംവിധാനങ്ങളും അതുപോലെ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കുഞ്ഞുമായി വരുന്നുള്ള ആംബുലൻസ് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ വളരെയേറെ അനിവാര്യമാണ്. നമുക്കറിയാം ഏറെ ആളുകൾ തത്സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ് സമൂഹ മാധ്യമം. അതിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം വിവരങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ സ്ഥലത്തും തൊഴിലാളികളും അതുപോലെ ജനങ്ങളും എല്ലാം തന്നെ റോഡിലേക്ക് ഇറങ്ങുന്നതും ഇതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതും. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നൽകിയ കമന്റുകളുടെ അടിസ്ഥാനത്തിൽ നിരവധി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചരണ വാഹനങ്ങളെല്ലാം തന്നെ പ്രചരണം നിർത്തിവെച്ച് ആ ആംബുലൻസിന് വഴിയൊരുക്കണമെന്ന അഭ്യർത്ഥനയുമായി അത് അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടി മാത്രം ചാലക്കുടിയിലും തൃശ്ശൂരും എല്ലാം രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. കൂടാതെ ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ഇത്തരം വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചുമട്ട് തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ റോഡിൽ നിന്ന് വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി നേരിട്ട് രംഗത്തിറങ്ങുകയുണ്ടായി. എന്തായാലും ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നത് സോഷ്യൽ മീഡിയയുടെ സജീവമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ നേരിട്ട് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ അതിനൊരു കൃത്യമായ ഫലമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അഭ്യർത്ഥന ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പരിപാടികളുണ്ട്. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ നിരവധി പരിപാടികളുണ്ട്. ആലുവയിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പ്രചരണം ഉൾപ്പെടെയുണ്ട്. ആ മേഖലയെല്ലാം കടന്നാണ് ആംബുലൻസിന് വരേണ്ടത്. എന്നിരുന്നാൽ തന്നെ അവിടെയും യാതൊരു തരത്തിലുള്ള ബ്ലോക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ തടസ്സം സൃഷ്ടിക്കില്ല എന്ന് ഉറപ്പ് നൽകിയത് സോഷ്യൽ മീഡിയയാണ്. ആ ഒരു സാഹചര്യം, തെറ്റായ വിവരങ്ങൾ പടരാനുള്ള സാഹചര്യം തടഞ്ഞതും ഒരു തരത്തിൽ സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ഇടപെടലും സോഷ്യൽ മീഡിയയിൽ ഏറെ ആശ്വാസകരമാകുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ആംബുലൻസ് ഇവിടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തും എന്ന് തന്നെ വേണം കരുതാൻ. നസ്രിയ. എന്തായാലും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ പ്രളയത്തിന് ശേഷം കേരള ജനതയും മുഖ്യമന്ത്രിയും സർക്കാരുമെല്ലാം ഒത്തൊരുമിച്ച് കണ്ട ഒരു ഏകസംഭവം കൂടിയാണ് ഇത്. എന്തായാലും ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേരുന്നു. വിഷ്ണു, കൃത്യമായി പറഞ്ഞാൽ ആംബുലൻസിന്റെ യാത്ര ഇപ്പോൾ എവിടെ എത്തി? എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് കടന്നുപോകുന്ന പാതകളിൽ ഒരുക്കിയിരിക്കുന്നത്? നസ്രിയ, അല്പസമയത്തിനകം ആംബുലൻസ് ഇപ്പോൾ അങ്കമാലിയിലെത്തും. അങ്കമാലിയിലെത്തുന്നതോടുകൂടി പിന്നീടുള്ള ദൂരം എന്ന് പറയുന്നത് കൃത്യം ഒരു 30 കിലോമീറ്റർ മാത്രമായിരിക്കും. 30 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാതയോരങ്ങളിലെല്ലാം തന്നെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് യാതൊരു വാഹനങ്ങളും യാതൊരു തരത്തിലും റോഡിലേക്ക് കയറുകയോ അതുവഴി തടസ്സപ്പെടുകയോ ചെയ്യാത്ത രീതിയിൽ തന്നെ ഉള്ള ഒരുക്കങ്ങൾ ട്രാഫിക് പോലീസും എല്ലാം ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായുള്ള കാത്തിരിപ്പിന് ഇനി തിരുവനന്തപുരത്തേക്ക് ശ്രീചിത്ര വരെ ആംബുലൻസ്
ആംബുലൻസുമായി കുഞ്ഞുമായി പോകേണ്ടതില്ല എന്ന തീരുമാനം ആരോഗ്യമന്ത്രി നേരിട്ട് എടുത്തു. അതിന്റെ ഭാഗമായി തന്നെ കൊച്ചിയിലെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അല്പസമയത്തിനകം കുഞ്ഞിനെ എത്തിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇവിടെയും സജ്ജമായി കഴിഞ്ഞു. കുഞ്ഞ് ഏത് നിമിഷവും ആംബുലൻസ് ഇവിടെ എത്താം. അതുകൊണ്ട് തന്നെ പാതകളെല്ലാം ഗതാഗത തടസ്സങ്ങൾ നീക്കം ചെയ്ത് അവിടെ വേണ്ട ഒരുക്കങ്ങളായി കുഞ്ഞ് എത്തുന്നതോടുകൂടെ കുഞ്ഞിനെ സ്വീകരിച്ച് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഇവിടെ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ അങ്കമാലിയിലേക്ക് എത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും ആലുവയിലെത്തി എന്നതാണ്. ആലുവയിലേക്ക് എത്തി കുഞ്ഞുമായുള്ള ആംബുലൻസ് എറണാകുളം ജില്ലയിൽ എത്തിയിരിക്കുന്നു, ആലുവയിൽ എത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത. ഇനി അല്പദൂരം കൂടിയേ ഉള്ളൂ. അല്പദൂരത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടെ കൊച്ചിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിലെത്തും. ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയവും ഏറെ ലാഭിക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ 650 കിലോമീറ്റർ ദൂരമാണ് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ളത്. ആ ഒരു ദൂരം വെട്ടിക്കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ആ ഒരു സമയം യാത്ര ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, ചെറിയ കുഞ്ഞാണ്, 15 ദിവസം മാത്രമാണ് കുഞ്ഞിൻ്റെ പ്രായം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ഒരു നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത്. നമുക്കറിയാവുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ അഭ്യർത്ഥന പൊതുജനം അല്ലെങ്കിൽ കേരള സമൂഹം അതിൻ്റെ പ്രാധാന്യത്തോടെ ഉൾക്കൊണ്ടു. അവർ റോഡുകളിലേക്ക് ഇറങ്ങി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, വിദ്യാർത്ഥികൾ, മറ്റ് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും പൊതുനിരത്തിൽ ഇറങ്ങി വാഹനത്തിന്, ആംബുലൻസിന് പോകാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി. രണ്ട് ആംബുലൻസുകളാണ് ഈ ഒരു കുഞ്ഞിൻ്റെ വാഹനത്തിന്, ഈ ഒരു ആംബുലൻസിന് മുൻപിൽ എസ്കോട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഴിയിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. ആലുവ പിന്നിട്ട് കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം കളമശ്ശേരിയിൽ നിന്ന് ദേശീയപാതയിൽ നിന്ന് മാറി ഈ ആശുപത്രിയിലേക്കുള്ള റോഡിലേക്ക് കയറും. തുടർന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ സാധിക്കും. ഇവിടെയും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും സജ്ജമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായുള്ള കാത്തിരിപ്പ്, പ്രാർത്ഥനകളെല്ലാം തന്നെ സഫലമാകാൻ പോകുന്നു. കുഞ്ഞിന് ഇനി അധിക ദൂരം പോകേണ്ടതില്ല. എത്രയും പെട്ടെന്ന് വിദഗ്ധമായ ചികിത്സ ഇവിടെ ലഭിക്കും. അതിന് സർക്കാർ ഉറപ്പ് നൽകുകയാണ്. ആ ഒരു ചികിത്സയ്ക്ക് വേണ്ട സഹായവും സർക്കാർ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഇനി നമ്മുടെ പ്രാർത്ഥനകൾ, കേരള മനസാക്ഷി ഒന്നടങ്കം നടത്തിയ പ്രാർത്ഥനകളെല്ലാം ഫലിക്കാൻ പോകുന്നു. അല്പസമയത്തിനകം ആംബുലൻസ് ഇവിടെ എത്തുമെന്ന് തന്നെയാണ് നസ്രിയ നമുക്കറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, സർക്കാർ വഴിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി ജനങ്ങളുടെ സഹകരണത്തോടെ ആംബുലൻസ് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ആശുപത്രിയിലുള്ള സജ്ജീകരണങ്ങൾ എത്തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരുപാട് പേർ ഇപ്പോൾ കുഞ്ഞിൻ്റെ ആ ഒരു വരവ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ആശുപത്രിയുടെ മറ്റ് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇവിടെ തന്നെ ഈ രീതിയിൽ ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ വേണ്ട ഒരുക്കങ്ങൾ, സ്ട്രക്ചറുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ സംഘം എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. കുറഞ്ഞ സമയമേ ഉള്ളൂ ഇനി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞു. യാതൊരു തരത്തിലും ആ കുഞ്ഞിനുള്ള ചികിത്സ വൈകരുത് എന്ന നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ട ചെലവുകളോ എന്ത് തന്നെ ആയാലും അതെല്ലാം സർക്കാർ വഹിച്ചുകൊള്ളാമെന്നൊരു കരുതലും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആശുപത്രി അധികൃതരും അതിനുള്ള സന്നദ്ധത അറിയിച്ചു. എന്ത് തരത്തിലുള്ള ചികിത്സാ ചെലവായി കഴിഞ്ഞാൽ തന്നെ അത് സർക്കാർ വഹിക്കും. ആ കുഞ്ഞിൻ്റെ ജീവനാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവൻ സംരക്ഷിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം, ദൗത്യം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നമുക്ക് ആ ഒരു സർക്കാർ നൽകിയ നിർദ്ദേശം എത്രത്തോളം ഗൗരവമായിട്ടാണ് ആശുപത്രി പരിഗണിച്ചിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. പോലീസ് ഇവിടെയുണ്ട്. പോലീസ് എത്തി വഴിയിൽ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന പാതയിൽ എവിടെയെങ്കിലും ഗതാഗത തടസ്സം ഉണ്ടാകുമോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള യാതൊരു തടസ്സങ്ങളും ഇനി ഉണ്ടാകുന്നില്ല. ആശുപത്രിയിൽ കാഷ്വാലിറ്റി, അതായത് അത്യാഹിത വിഭാഗം വരെയുള്ള പാത സുഗമമായിരിക്കുകയാണ്. ആലുവ പിന്നിട്ട വാഹനം അല്പസമയത്തിനകം ഇവിടെ എത്തും. എന്തായാലും അതിനുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഈ ഒരു ആശുപത്രി. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നസ്രിയ. വിഷ്ണു, ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, മറ്റു പാർട്ടികൾ പ്രചരണത്തിനായും വോട്ട് പിടിക്കാനും രംഗത്തിറങ്ങി നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും കടകംപള്ളി പോലുള്ള പ്രമുഖർ ഈ ഒരു ജീവൻ രക്ഷിക്കാനായി ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അഭ്യർത്ഥന നടത്തുന്ന ഈ ഒരു സമയം എടുത്തു പറയേണ്ടതല്ലേ വിഷ്ണു? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ നൽകിയൊരു പങ്ക്, അതാണ് ഇവിടെ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ പ്രളയത്തിലൂടെ കണ്ട ആ ഒരുമ ഒരിക്കൽ കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം മാത്രമല്ല, ഞങ്ങൾക്ക് അതൊരു വാർ റൂമായി സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ അത്യാഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നേരത്ത് കൈകോർക്കാനും മലയാളിക്ക് സാധിക്കുമെന്ന് തെളിയിച്ച മറ്റൊരു നീക്കം തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ നേരിട്ട് സമൂഹ മാധ്യമങ്ങളിൽ എത്തി ജനങ്ങളോട്
അഭ്യർത്ഥന നടത്തിയതും ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ജനങ്ങൾ ശരിക്ക് ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. പോലീസാണ് ഏറ്റവും ആദ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് ക്ലിയർ ചെയ്തതും അതുപോലെ ഗതാഗത കുരുക്കുകളെല്ലാം ഒഴിവാക്കിയതും. എന്നാൽ പിന്നീട് ജനങ്ങൾ നേരിട്ട് അത് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച, പോലീസിനൊപ്പം തോളോട് തോൾ ചേർന്ന് ആ ഒരു പ്രശ്നം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നിരത്തിലിറങ്ങുകയും വാഹനങ്ങൾ അനാവശ്യമായി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തിരുന്നു. വ്യക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി മറ്റു വിഭാഗങ്ങളിലുള്ള ജനങ്ങൾ, അതായത് തൊഴിലാളികൾ, അതുപോലെ ചുമട്ടുതൊഴിലാളികൾ, ഡ്രൈവർമാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരും ഈ ഒരു ഇതിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെയും ചില നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് തെളിയിച്ച മലയാളി ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ ഗൗരവത്തോടു കൂടി എത്തിയെന്നതാണ് അതിന്റെ പ്രത്യേകത. ജനങ്ങൾ അത് ശ്രദ്ധിച്ചു. ഇതിന്റെ ഭാഗമായി എടുത്തു പറയേണ്ടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണം നിർത്തിവെച്ചു. പകരം ആ അനൗൺസ്മെന്റ് വാഹനങ്ങളെല്ലാം തന്നെ ഈ ഒരു ആംബുലൻസ് കടന്നു പോകാൻ വഴിയൊരുക്കണമെന്ന അഭ്യർത്ഥനയുമായി ആ പ്രചരണം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളെല്ലാം തന്നെ തൃശ്ശൂരിൽ ഉൾപ്പെടെ നമ്മളത് കണ്ടാണ്. തൃശ്ശൂർ ചാലക്കുടി ഭാഗങ്ങളിലെല്ലാം തന്നെ ആ ആംബുലൻസിന് കടന്നു പോകാൻ പാതയൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ അനൗൺസ്മെന്റ് വാഹനങ്ങൾ കടന്നുപോയി. അതോടുകൂടി തന്നെ ആ ഒരു വാഹനങ്ങളിലൂടെ നൽകിയ അറിയിപ്പ് പ്രകാരം ജനങ്ങളും അതിന് സജ്ജമായി കഴിഞ്ഞു. അവരും ആ ഒരു മാറ്റം അല്ലെങ്കിൽ വാഹനങ്ങൾ മാറ്റി അതിന് വേണ്ട സഹായങ്ങൾ ഒരുക്കി. കൂടാതെ ഇപ്പോൾ വാഹനം അതിവേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആലുവ പിന്നിട്ടിട്ട് അല്പസമയമായി. ഇനി കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ നിന്നും ഏകദേശം കണ്ടെയ്നർ റോഡ് വഴി അല്പസമയത്തിനകം വാഹനം ഇവിടെ കൊച്ചിയിലെത്തുന്നതോടുകൂടി ഇവിടെ ആശുപത്രിയിലും വേണ്ട ഒരുക്കങ്ങളായി. ഇനി ആ വാഹനം ഇങ്ങോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്താനുള്ള ഒരു താമസം, ആ ചെറിയൊരു ദൂരത്തിൻ്റെ മാത്രം വ്യത്യാസം, അതിനുള്ളിൽ തന്നെ ആശുപത്രിയിലെത്തും. കുട്ടിക്ക് വേണ്ട ചികിത്സ നൽകാൻ ആശുപത്രിയും വേണ്ട സഹായങ്ങൾ നൽകാൻ സർക്കാരും ഒരുപോലെ സന്നദ്ധമായി നിൽക്കുകയാണ്. ജനങ്ങളും വേണ്ട സഹായങ്ങൾ നൽകി ആ ഒരു പാത അത് വൃത്തിയായി, അല്ലെങ്കിൽ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ഗതാഗത തടസ്സവും ഇല്ലാത്ത രീതിയിൽ ആ ആംബുലൻസിനുള്ള പാതയൊരുക്കുന്നതിൽ ജനങ്ങളും കൂടെ നിന്ന് കഴിഞ്ഞു. വിഷ്ണു, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അല്പസമയത്തിനകം ആശുപത്രിയിൽ 15 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയുമായി എത്തും. കേരളം ഒന്നടങ്കം, അതായത് ഇപ്പോൾ വാഹനത്തിന് മുമ്പിലായി ഒരു പോലീസ് വാഹനം കൂടി കാണാൻ സാധിക്കും. പോലീസുമാർ 2 കൈകളും ഉയർത്തിപ്പിടിച്ചാണ് വാഹനങ്ങൾ മാറ്റി വിടുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തും. കൃത്യമായിട്ട് എവിടെ എത്തി വാഹനം? വിശദാംശങ്ങൾ. തീർച്ചയായും നമുക്കിപ്പോൾ ഇത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരും പോലീസും ഒരുപോലെ തന്നെ യാതൊരു തരത്തിൽ ഈ ഒരു അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വാഹനങ്ങളും വഴി തടസ്സപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ വഴി തടസ്സപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു വാഹനത്തിന് കടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഒരു നിശ്ചയമുണ്ട്. നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിന് എത്താറായി. ഏകദേശം ആംബുലൻസ് ആശുപത്രിയോട് അടുക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഉള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ, ഇനി ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ ആംബുലൻസ് ആശുപത്രിയിൽ തന്നെ എത്തും. വേറെ എങ്ങുമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് എത്താറായിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം ആംബുലൻസ് ഇവിടെ എത്തുന്നതാണ്. അതിനുവേണ്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. എല്ലാ തരത്തിലും ആളുകൾ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, സജ്ജമായിരിക്കുന്നു. ആളുകൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിരത്തിലിറങ്ങിയിരിക്കുന്നു. അവർ വാഹനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള കുറച്ച് ഏതാനും സമയം, മണിക്കൂറുകളല്ല, നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിമിഷങ്ങളിലെ ആ ഒരു ജാഗ്രത, അതിനുവേണ്ടി പൊതുജനം നൽകുന്ന ആ ഒരു ജാഗ്രത നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. കാഷ്വാലിറ്റിക്ക് മുന്നിൽ, അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടെ തന്നെ ആളുകൾ എല്ലാം സജ്ജമാണ്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. കുഞ്ഞിനെ സ്വീകരിക്കുകയും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയായിരുന്നു. രാവിലെ 10:30 ആരംഭിച്ച ഒരു ദൗത്യം ഇപ്പോൾ സമയം വൈകിട്ട് 4:30 ആയിട്ടുണ്ട്. ഏകദേശം 6 മണിക്കൂറുകൾ പിന്നിടുന്നു. 6 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആംബുലൻസ് എത്തിയിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ആംബുലൻസ് എത്തിയിരിക്കുന്നു. ആംബുലൻസ് ആശുപത്രി അങ്കണത്തിൽ എത്തിയിരിക്കുന്നു. അത്യാഹിത വിഭാഗത്തിലേക്ക് ആംബുലൻസ് എത്തിയിട്ടുണ്ട്. കുഞ്ഞുമായി വന്ന ആംബുലൻസ് തന്നെയാണെന്ന് കരുതുന്നുണ്ട്. എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളിലെല്ലാം തന്നെ അതൊന്നും പാഴായി പോയില്ല എന്ന ഒരു തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കുഞ്ഞുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയാൻ സാധിക്കും. എന്തായാലും കുറച്ച് നേരങ്ങൾക്ക് മാത്രമേയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ആ സമയം കൊണ്ട് തന്നെ എത്തിയിരിക്കുന്നു എന്ന ഒരു തന്നെയാണുള്ളത്. ഇപ്പോൾ ഇതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരുക്കി ആശുപത്രി അധികൃതർ കാത്തിരുന്നു.
ക്ഷമിക്കണം, ഇത് കുഞ്ഞുമായി എത്തിയ ആംബുലൻസ് അല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കുഞ്ഞുമായി എത്തിയ ആംബുലൻസ് അല്ല ഇത് മറ്റ് അത്യാഹിത രോഗിയുമായി എത്തിയ ഒരു ആംബുലൻസ് ആണ്. കുഞ്ഞുമായുള്ള ആംബുലൻസ് ഇതാ എത്തിക്കഴിഞ്ഞു. പോലീസിന്റെ അകമ്പടിയോട് കൂടി തന്നെ പോലീസ് കൃത്യമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമായുള്ള ആംബുലൻസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഇതാണ് കുഞ്ഞുമായുള്ള ആംബുലൻസ്. മുമ്പിൽ കാണുന്ന ആളുകൾ തന്നെയാണ് ഇതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഞ്ഞുമായുള്ള ആംബുലൻസ് അല്പസമയത്തിനകം എത്തുന്നു എന്ന വാർത്ത അത് ഇപ്പോൾ എത്തിയിരിക്കുന്നു. കുഞ്ഞുമായി എത്തിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. അതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പോലീസും അതുപോലെ ആശുപത്രിയും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ സുരക്ഷാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ളവ പോലീസിന്റെ എസ്കോർട്ടോട് കൂടി തന്നെയാണ് കുഞ്ഞുമായി ആംബുലൻസ് എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. കുഞ്ഞിൻ്റെ രക്ഷിതാക്കളും ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇത് ആശുപത്രിയിലേക്ക് സ്വീകരിക്കുന്നു. ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെ, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരുക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം അതിനുള്ളിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആശുപത്രി എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ളതാണ്. ആരോഗ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, ആരോഗ്യമന്ത്രി പറഞ്ഞ പ്രകാരം ഇവിടെ എറണാകുളത്തെ ഈ ഒരു സ്വകാര്യ ആശുപത്രി എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഉള്ളത് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് വേണ്ട അടിയന്തര ചികിത്സ നൽകുക എന്നത് മാത്രമാണ്. ആ ചികിത്സ ഇപ്പോൾ അല്പസമയത്തിനകം കുഞ്ഞിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഉടൻ നൽകും. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആംബുലൻസ് കുഞ്ഞുമായി ഇവിടെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നില്ല. ആ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുമായി എത്തിയ ആംബുലൻസിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ ഇവിടെ എത്താൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ കുഞ്ഞിനെ ആംബുലൻസിൽ നിന്ന് ഇറക്കുകയാണ്. ഇനി അല്പസമയത്തിനകം അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഉടൻ ഇത്തരത്തിലുള്ള അടിയന്തരമായി നൽകേണ്ട ചികിത്സ അത് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ നൽകും. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞിനെ ആംബുലൻസിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് 15 ദിവസം മാത്രമാണ് ആ കുഞ്ഞിൻ്റെ പ്രായം. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കിപ്പോൾ കാണാൻ കഴിയും കുഞ്ഞിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ഇനി അല്പസമയമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ പ്രതീക്ഷിച്ച സമയത്തിനും ഏറെ മുൻപ് തന്നെ കുഞ്ഞുമായി ആശുപത്രിയിൽ എത്താൻ സാധിച്ചു എന്ന് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു എമർജൻസി യൂണിറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ കുഞ്ഞുമായി എത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച സമയം പോലെ തന്നെ. എറണാകുളത്തെ ഈ ഒരു ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം വരെയുള്ള ഒരു 650 കിലോമീറ്ററിലേറെ ഭാഗം ഇപ്പോൾ നമുക്ക് ലാഭിക്കാൻ കഴിഞ്ഞു. വിലപ്പെട്ട സമയമായിരുന്നു, വിലപ്പെട്ട ദൂരമായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ലാഭിക്കാൻ കഴിഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ ആളുകൾ നിർദ്ദേശം നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അത് സാധിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നസ്രിയ, എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ ഈ ഒരു ആംബുലൻസുമായി എത്തിയ ഡ്രൈവറെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഏറെ വിലപ്പെട്ട ദൂരം അതാണ് ഇപ്പോൾ അദ്ദേഹം പിന്നിട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും സപ്പോർട്ടും കൊണ്ട് എത്തിപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് വകയായിട്ട് എല്ലാ സൗകര്യങ്ങളും എത്തി തന്നിട്ടുണ്ട്. അതുപോലെ നാട്ടുകാരും അതുപോലെ തീർച്ചയായിട്ടും പോലീസിന്റെ സഹായങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. എസ്കോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ച ഡ്രൈവറുടെ ഒരു മൊഴിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പോലീസിന്റെയും പൊതുജനങ്ങളുടെയും സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സൗകര്യം നമുക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചത് എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ആ ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് മലയാളികളുടെ ഇടയിൽ അദ്ദേഹം തന്നെ കൊച്ചിയിൽ 15 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയെ സർക്കാരിന്റെയും ജനങ്ങളുടെയും ഏറെ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. കൃത്യമായ ചികിത്സാ ക്രമീകരണങ്ങൾ ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ മൂലം കുട്ടിയുടെ ആരോഗ്യ ചികിത്സയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
തിരികെ വിഷ്ണുവിലേക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള നല്ല മനുഷ്യന്മാർ അല്ലെങ്കിൽ നല്ല മനസ്സുകൾ കേരളത്തിൽ ഇനിയുമുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി കൂടുന്ന ഒരു കാഴ്ച. പ്രളയത്തിന് ശേഷം നമ്മൾ കണ്ട മറ്റൊരു സുന്ദരമായ കാഴ്ച. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആയിരുന്നു. ഫേസ്ബുക്കിൽ ഉൾപ്പെടെ നിങ്ങൾ ലൈവ് നൽകിയായിരുന്നു. സപ്പോർട്ട് കിട്ടിയായിരുന്നു. 21K കിട്ടിയായിരുന്നു. നല്ല ബന്ധപ്പെട്ടിരുന്നു ആൾക്കാർ. ബ്ലോക്ക് കണ്ണൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാറി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ചെൽപ്പെട്ട ടീം പോലീസിന് നന്നായി സഹായം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ്. ഇപ്പൊ കുറച്ചു മുമ്പാണ്, ഒരു മണിക്കൂർ മുമ്പാണ് സംഭവം. തീർച്ചയായും ഇത്തരത്തിലുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് നസ്രിയ. എന്തായാലും ശ്രമങ്ങളൊന്നും പാഴായി പോയില്ല. അത് കൃത്യമായി നമുക്ക് അറിയാൻ സാധിച്ചു. അല്ലെങ്കിൽ കുഞ്ഞ് കൃത്യസമയത്ത് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്താൻ സർക്കാരിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചികിത്സ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചു. വലിയ നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരം വരെ പോകേണ്ടിയിരുന്നെങ്കിൽ ഇനിയും എടുക്കേണ്ടിയിരുന്ന മണിക്കൂറുകൾ, എടുക്കേണ്ടിയിരുന്ന ദൂരം, എടുക്കേണ്ടിയിരുന്ന കിലോമീറ്ററുകൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ മാറിയ ഒരു കാഴ്ച. അത് കൃത്യമായി നാട്ടുകാർ ഇടപെടുന്ന ഒരു കാഴ്ച. സമൂഹ മാധ്യമം നല്ല രീതിയിൽ വിനിയോഗിക്കപ്പെടുന്ന കാഴ്ച. പ്രളയത്തിന് ശേഷം മലയാളിയായി ഒത്തൊരുമയോടെ കൂടി ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന കാഴ്ച. എന്തായാലും വലിയ സന്തോഷം നിറയ്ക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നൽകാൻ കഴിയുന്നത് നസ്രിയ. 15 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഏതായാലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാരിന്റെ ഇടപെടലും ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇടപെടലും വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടായത്. എന്തായാലും കുട്ടിയുടെ മുഴുവൻ ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന പുതിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി ഏറ്റവും സഹായകരമായത്. എന്തായാലും കേരളം പ്രളയത്തിന് ശേഷം ഒന്നടങ്കം കേരള ജനതയും സർക്കാരും ഒത്തുനിന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. എന്തായാലും കേരള ജാതിയോ മതയോ, ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേർന്നു. വിഷ്ണു, ജാതിയോ മതമോ ഇല്ലാതെ കേരള ജനതയും സർക്കാരും ഒന്നിച്ചു നിന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. എന്തൊക്കെയാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കാവുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? തീർച്ചയായും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ മംഗലാപുരത്ത് നിന്നും കുഞ്ഞിനെയും കൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. ഏതാണ്ട് അല്പസമയം മുൻപാണ് ആംബുലൻസ് എത്തിയത്. നമുക്കിപ്പോൾ ഡ്രൈവറുടെ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രതികരണം നമ്മൾ ഇപ്പോൾ കാണുകയുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള വലിയ ഒരു സാഹസം തന്നെയായിരുന്നു അത്. കുറഞ്ഞ സമയം, കൂടുതൽ ദൂരം, അതായിരുന്നു ഏറ്റവും വലുത്. നമ്മൾ ഒരുപക്ഷെ സിനിമയിൽ മാത്രം കണ്ട് പരിചയിച്ച ഒരു കാഴ്ചയായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും വിലപ്പെട്ട സമയത്തിനുള്ളിൽ വിലപ്പെട്ട ഒരു അത്യാഹിത വിഭാഗത്തിൽ ഒരു കുഞ്ഞുമായി എത്തുന്ന ഒരു കാഴ്ച. അതിപ്പോൾ അതിവേഗം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു ആംബുലൻസ് ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ ഈ ആംബുലൻസിലാണ് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് രാവിലെ 10:30 കൂടി ആരംഭിച്ച ദൗത്യം ഇപ്പോൾ വൈകിട്ട് ഒരു 4:30 ആയപ്പോഴേക്കും കൊച്ചിയിലെത്തിയിരിക്കുന്നു. ഏകദേശം ഒരു 6 മണിക്കൂർ സമയമാണ് മംഗലാപുരം മുതൽ കൊച്ചി വരെയുള്ള ഏകദേശം വരുന്ന ഒരു 350 കിലോമീറ്റർ ദൂരം പിന്നിടാൻ അവർ ആകെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയായിരുന്നു. വഴിയിലുടനീളം നൽകിയ കരുതലും അതുപോലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഒരു പ്രയത്നവും തന്നെയാണ് ഇപ്പോൾ കുഞ്ഞിനെ ഇവിടെ കൊച്ചിയിൽ ആശുപത്രിയിൽ അതിവേഗത്തിൽ എത്തിക്കാൻ സഹായിച്ചത്. കൂടാതെ നമുക്ക് ഡ്രൈവറുടെ വാക്കിൽ നിന്ന് കേട്ടു, വലിയ രീതിയിലുള്ള സഹകരണം അവർക്ക് ലഭിച്ചു. ഏകദേശം 18,000-ലധികം ആളുകൾ ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് കാണുകയുണ്ടായി. അതുവഴി തന്നെ ആളുകൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച നമുക്കറിയാം. ഇവിടെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞുമായി എത്തുന്ന കാഴ്ച അറിഞ്ഞുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ഈ ഒരു ആശുപത്രിക്ക് മുൻപിൽ തടിച്ചുകൂടിയ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയായിരുന്നു കൊച്ചിയിലെ ഈ ഒരു ആശുപത്രി പരിസരം. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം തീർച്ചയായും ഉണ്ട്. കുഞ്ഞിനെ അവർ പ്രയത്നിച്ചതുപോലെ ഒത്തൊരുമിച്ച് അവർ നടത്തിയ ആ ഒരു പ്രയത്നം അതിൻ്റെ ഫലം കണ്ടിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഇടപെട്ടിരിക്കുന്നു. പോലീസ് ഉൾപ്പെടെയുള്ളവർ അതിന് വ്യക്തമായ ഒരു ഒരുക്കങ്ങൾ നൽകിയിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന
സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ ആശുപത്രിയിൽ ഇത്രയും അധികം ആളുകൾ പെട്ടെന്നാണ് എത്തിയത്. ഈ കുഞ്ഞുമായി എത്തുന്നു, അല്ലെങ്കിൽ കുഞ്ഞുവിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഒരു നിരത്തിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ആ ആംബുലൻസിന് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു. പ്രാർത്ഥനകളോടെയാണ്, ഒരു അമ്മ മനസ്സോടെ തന്നെയാണ് കേരളം ഈ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നത്. ആ ഒരു പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു. കുഞ്ഞുമായുള്ള ആംബുലൻസ് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യം ഡോക്ടർമാരുടെയും വൈദ്യസഹായത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ വൈദ്യസഹായമാണ് ഇനി കുഞ്ഞിന് ലഭിക്കേണ്ടത്. അതിപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചതോടുകൂടി അത്തരത്തിലുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും വരുന്ന കഴിഞ്ഞു പോയ കുറച്ച് മണിക്കൂറുകൾ കേരളം ഏറെ ആകാംക്ഷയിൽ, ഏറെ ക്ഷമയോടെ, പ്രാർത്ഥനയോടെ കഴിഞ്ഞു പോകുന്ന മണിക്കൂറുകളായിരുന്നു. സമൂഹ മാധ്യമങ്ങളാണ് ഇതിലെ യഥാർത്ഥ താരങ്ങൾ. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കേരളത്തിലെ ഓരോ വ്യക്തിയും ഇതിൽ പ്രശംസയ്ക്ക് അർഹനാണ്. കൂടാതെ ഈ ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയ നമ്മുടെ സർക്കാരിനെയും ഇതിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആ മുഖ്യമന്ത്രിയുടെയും ജനപ്രതിനിധികളുടെയും ഈ ഒരു ആവശ്യത്തെ, അല്ലെങ്കിൽ ഈ ഒരു അഭ്യർത്ഥനയെ ജനം ഒരു മനസ്സോടുകൂടി സ്വീകരിച്ചു എന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആശുപത്രിയിലെത്തിയ ആ ഒരു നിമിഷം, ആ സന്തോഷം, ആളുകളുടെ മുഖത്തുള്ള സന്തോഷം, അവരുടെ ആ ഒരു പ്രയത്നം ജയിച്ചതിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു അവരുടെ പ്രാർത്ഥന ഫലിച്ചതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ ഇവിടെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം, ആദ്യം തീരുമാനിച്ചത് മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അവിടെ എത്തിക്കുമ്പോൾ തന്നെ ഏകദേശം 650 കിലോമീറ്റർ ദൂരം പിന്നിടേണ്ടതുണ്ട്. അങ്ങനെ ഒരു പക്ഷേ പോവുകയായിരുന്നുവെങ്കിൽ, ഈ ഒരു എല്ലാ ഒരുക്കങ്ങളോടും കൂടി പോവുകയായിരുന്നെങ്കിൽ തന്നെയും ഏകദേശം രാത്രി 8 മണിക്ക് ശേഷം മാത്രമായിരിക്കും തിരുവനന്തപുരത്ത് എത്തുന്നത്. പക്ഷേ ആ ഒരു തിരുവനന്തപുരത്ത് എത്തിയിരുന്നെങ്കിൽ തന്നെ അത് ഒരുപാട് സമയം അവിടെ നമുക്ക് നഷ്ടമാകുമായിരുന്നു. എന്നാൽ കൃത്യമായി ഈ ഒരു സമയത്ത് ഇവിടെ ഇടപെട്ടത് കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള, കുഞ്ഞിന് മതിയായ വൈദ്യസഹായം നൽകാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നത്. നമുക്കറിയാം, കടന്നു വന്ന റൂട്ടുകൾ, അല്ലെങ്കിൽ റൂട്ട് ഏകദേശം നമുക്ക് പരിശോധിച്ചാൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ഒരല്പം ഗതാഗതക്കുരുക്ക് നേരിട്ടു. എന്നാലും അത് ക്ഷണനേരം കൊണ്ട് ക്ലിയർ ചെയ്ത് അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താനും, അല്ലെങ്കിൽ കൃത്യമായി വാഹനം വഴിതിരിച്ചു വിടാനും പോലീസിന് സാധിച്ചു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എവിടെയും ബ്ലോക്ക് അനുഭവപ്പെടേണ്ടി വന്നില്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്, ഏകദേശം വൈകിട്ട് ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഈ ഒരു ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറെ ഉണ്ടായിരുന്നു. കാരണം തൃശ്ശൂരിലെ കേച്ചേരി പോലെയുള്ള പ്രദേശം, തൃശ്ശൂർ ടൗൺ, അതുപോലെ അങ്കമാലി ടൗൺ, ചാലക്കുടി, കൂടാതെ മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കുറ്റിപ്പുറം, വളാഞ്ചേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. വളാഞ്ചേരി പ്രശസ്തമായ ഗതാഗതക്കുരുക്കിന് കുപ്രസിദ്ധി നേടിയ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ നിന്ന് പോവുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ബൈപ്പാസ് കഴിഞ്ഞ ഉടനെ രാമനാട്ടുകര ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, ഇവിടെയെല്ലാം ബ്ലോക്ക് ഉണ്ടാവേണ്ട സാഹചര്യമായിരുന്നു. എന്നാൽ ഇവിടെയൊന്നും ബ്ലോക്ക് ലവലേശം പോലും അനുഭവപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ആംബുലൻസിന് പോകാൻ വേണ്ടി ജനങ്ങൾ സ്വമേധയാ റോഡിൽ നിന്ന് മാറിക്കൊടുക്കുന്ന, സ്വന്തം വാഹനങ്ങൾ മാറ്റുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ കേരളം കണ്ടത്. 6 മണിക്കൂർ നീണ്ട പ്രാർത്ഥനകളും കാത്തിരിപ്പുകളും സോഷ്യൽ മീഡിയയെ വാർ റൂമാക്കി മാറ്റിയ ഒരു ജനതയുടെ കൂട്ടായ്മയും തന്നെയാണ് ഈ ഒരു ദൗത്യം വിജയിച്ചതിലെ പ്രധാന ഘടകം. എടുത്തു പറയേണ്ടത് ഈ കാസർഗോഡ് സ്വദേശിയായ ഈ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഒരു പ്രയത്നത്തെ തന്നെയാണ്. അദ്ദേഹം നടത്തിയ ആ ഒരു വേഗതയേറിയ ആ ഒരു ഡ്രൈവിംഗ്, ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തിയ ആ ഒരു ഡ്രൈവിംഗ്, അത് തന്നെയാണ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കുഞ്ഞിനെ ഇവിടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചത്. ആ കുഞ്ഞിനെ ഇറക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പുഞ്ചിരി നമ്മൾ കണ്ടതാണ്. ആ ഒരു കുഞ്ഞിനെ ലക്ഷ്യം കണ്ടു എന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഒരു വെള്ളം കുടിക്കുന്നത് പോലും അപ്പോഴാണ്. കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി നമ്മളോട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. കേരള ചൈൽഡ് പ്രൊട്ടക്ഷൻ കേരള, അവരുടെ യൂണിറ്റിൻ്റെ, ആ ഒരു സംഘടനയുടെ വകുപ്പിൻ്റെ ഒരു പ്രതിനിധി നമ്മളോട് പറഞ്ഞതാണ്. 18,000-ലധികം ആളുകൾ സോഷ്യൽ മീഡിയയിൽ, മലയാളികൾ ഇത് കണ്ടു. അതിനുശേഷം അവർ നൽകിയ സപ്പോർട്ട്, അത് എല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യം ഇങ്ങനെ വിജയകരമായ രീതിയിൽ തീരാൻ തന്നെ പ്രധാന കാരണം. കൂടാതെ സർക്കാർ സംവിധാനങ്ങളോടുള്ള ആ ഒരു കൃത്യമായ സർക്കാർ സംവിധാനത്തിൻ്റെ ഇടപെടൽ എന്ന് എടുത്തു പറയേണ്ടതാണ്. പോലീസ് വിഭാഗത്തിൻ്റെ ഒരു പ്രയത്നം. നമുക്കറിയാം, ഓരോ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് മേധാവികൾ ഈ കാര്യം നേരിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു വശത്ത് കാണുന്ന ഈ ഒരു പോലീസ് വാഹനം, അത് ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പോലീസ് വാഹനമാണ്. ഇവിടെ നിന്ന് എറണാകുളം ടൗൺ ലിമിറ്റിൽ നിന്നാണ് നമ്മോടൊപ്പം കയറിയത്. നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ ഒരു വാഹനം എറണാകുളം ജില്ലയുടെ അതിർത്തിയിൽ വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ആംബുലൻസിന് എസ്കോർട്ടുമായി എത്തിയതാണ്. ഇതുപോലെ ഓരോ ജില്ലയിലുമുള്ള പോലീസ് സംവിധാനങ്ങൾ കൃത്യമായി
കൃത്യമായി ഈ ഒരു ആംബുലൻസിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയുണ്ടായി. ഇത് കൂടാതെ തന്നെ ഹൈവേ പോലീസ് ഉൾപ്പെടെയുള്ളവർ, ട്രാഫിക് യൂണിറ്റുകൾ, അങ്ങനെ പോലീസിന്റെ നാനാ വകുപ്പുകളും ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ജാഗ്രതയോടെയാണ് അല്ലെങ്കിൽ എത്രത്തോളം സുരക്ഷയാണ് ഈ ഒരു വിഷയത്തിൽ ഒരുക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു കുഞ്ഞിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദൗത്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. എന്തായാലും ഇനി അടുത്ത എടുത്തു പറയേണ്ടുന്ന കേരളത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാകണം എന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആണ് ഇപ്പോൾ പൊതുജന സമക്ഷത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ മലയാളിക്ക് സാധിക്കുമെന്ന് പ്രളയത്തിന് ശേഷം ഒരിക്കൽ കൂടി മലയാളി കാണിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഇപ്പോൾ രക്ഷിക്കാനായത് നമുക്കൊരു കുഞ്ഞിൻ്റെ ജീവനാണ്. ഇത് നമുക്ക് ഇനിയും തുടരാൻ സാധിക്കണം. ഇതിൻ്റെ ഒരു കൂട്ടായ്മ, ഈ ഒരു കൂട്ടായ്മ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സാധിക്കണം. ആ സന്ദേശമാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ ഫേസ്ബുക്കിൽ നേരിട്ടെത്തി അഭ്യർത്ഥിച്ചതിലൂടെ നമുക്ക് വ്യക്തമായിരിക്കുന്നത്. കാരണം സമൂഹ മാധ്യമം ഇത്തരത്തിൽ കൂടി നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു അഭ്യർത്ഥന ജനങ്ങൾ സ്വീകരിച്ചു. ചാലക്കുടി, തൃശ്ശൂർ മണ്ഡലങ്ങളിലെ LDF ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചരണം അവസാനിപ്പിച്ച് ഈ ഒരു കുഞ്ഞുമായി വരുന്ന ആംബുലൻസിന് വഴിയൊരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ജനങ്ങൾ റോഡിലിറങ്ങി പോലീസിന്റെ ദൗത്യത്തിൽ പങ്കാളികളായി. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഈ ചരിത്രപരമായ വിജയം. നസ്രിയ, എന്തായാലും വിഷ്ണു 6 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ എന്തായാലും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ കുട്ടിയെ എത്തിച്ചപ്പോൾ മറ്റാരും പ്രമുഖർ ആശുപത്രിയിൽ എത്തിയിരുന്നോ? അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ. നസ്ര, തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമുക്കിവിടെ കൊച്ചിയിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലെ ആശ്വാസമായിരുന്നു കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ രീതിയിൽ കുഞ്ഞുമായി എത്തുന്ന ആംബുലൻസിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ നടത്തിയിരുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ പോലീസ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് കുഞ്ഞിൻ്റെ ആംബുലൻസ് ഇവിടെ എത്തുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പോലീസ് നേരിട്ടെത്തി ഇവിടുത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. കൃത്യമായി ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ നിർദ്ദേശം അക്ഷരം പ്രതി ആശുപത്രി അധികൃതരും അത് പാലിക്കുകയുണ്ടായി. ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘമാണ് കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ തയ്യാറായി നിന്നിരുന്നത്. അവരെത്തിയതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർ നടത്തിയ ഈ ഒരുക്കം കൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരു നിമിഷം പോലും പാഴായി പോയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞുമായി എത്തുന്ന മുറയ്ക്ക് കുഞ്ഞിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ആ കുഞ്ഞിനെ ആശുപത്രി അത്യാഹിത വിഭാഗത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അതിന് ഡോക്ടർമാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. ആംബുലൻസിന് വേണ്ടി വഴി നൽകാൻ ജനങ്ങളും ഉണ്ടായിരുന്നു. പോലീസും കൃത്യമായ ഇടപെടലുകൾ നടത്തി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. നസ്രിയ, എന്തായാലും വിഷ്ണു, കുട്ടീനെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ചു എന്ന വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. ഇപ്പോൾ ചികിത്സാ ക്രമീകരണങ്ങൾ എത്തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്? അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ. നസ്ര, തീർച്ചയായും ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി പ്രാഥമിക ചികിത്സയാണ് നൽകേണ്ടിയിരുന്നത്. നമ്മൾ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എയർ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ഒരു പരിഹാരം വേണമായിരുന്നു, അല്ലെങ്കിൽ എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ വേണമായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുജനങ്ങൾ ഏറെ ഉയർത്തിയിരുന്നു. എന്നാൽ അതിൻ്റെ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് 15 ദിവസം മാത്രമാണ് കുഞ്ഞിൻ്റെ പ്രായം. ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനം പോലെയുള്ളവ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ വരുന്ന സമ്മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. ഹൃദ്രോഗമാണ് ഇപ്പോൾ കുഞ്ഞിനുള്ള ഹൃദയ സംബന്ധമായ അസുഖമുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്ന ഈ ഇത്തരത്തിൽ രക്തസമ്മർദ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റം കുഞ്ഞിനെ ഏറെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ അന്ന് അപ്പോൾ എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ കാരണം. കൂടാതെ ഇപ്പോൾ ഇവിടെ എത്തിക്കാനും അധികം സമയം നമ്മൾ പാഴായി പോയില്ല. അത് മാത്രമല്ല, തിരുവനന്തപുരം വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മധ്യ കേരളത്തിൽ വെച്ച് തന്നെ ലഭ്യമായ മികച്ച ചികിത്സ കുഞ്ഞിന് ലഭിക്കാൻ തക്ക ആശുപത്രിയിലാണ് ഇപ്പോൾ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലേക്കാണ് കുഞ്ഞിനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വേണ്ട എല്ലാ ചികിത്സയും ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ഇത്തരത്തിലുള്ള അടിസ്ഥാനമായ ICU ഉൾപ്പെടെയുള്ള മെഡിക്കൽ സൗകര്യങ്ങളോട് കൂടിയ എയർ ആംബുലൻസുകൾ അതിപ്പോൾ നേവിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സാധ്യമല്ലാത്ത, ഈ ഒരു കുഞ്ഞിൻ്റെ വിഷയത്തിൽ അത് സാധ്യമല്ലാത്തൊരു സാഹചര്യം കൂടി ആയതുകൊണ്ട് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച മാർഗം തന്നെയാണ് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിനെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്രമം അത് വിജയിക്കുക തന്നെ ചെയ്തു. കുഞ്ഞിനെ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചു, അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇനിയുള്ള അടിയന്തരമായി നൽകേണ്ട ചികിത്സയാണ്. ഏറെ നേരത്തെ യാത്ര കഴിഞ്ഞു. അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടോ എന്നറിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇനി ചികിത്സ മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ആശുപത്രിയിൽ നിന്നൊരു തീരുമാനമാകുന്നു. നസ്രിയ, എന്തായാലും ജാതിയോ മതമോ ഇല്ലാതെ കേരള ജനത ഒന്നടങ്കം പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ്
ഇന്ന് 15 ദിവസം മാത്രമുള്ള കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ സാധിച്ചത് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഇടപെടൽ ഉള്ളതുമൂലമാണ് ഇന്ന് കുട്ടിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും പ്രളയത്തിന് ശേഷം കേരള ജനതയും സർക്കാരും ഒന്നിച്ചു നിന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണു നൽകിക്കൊണ്ടിരിക്കുന്നത്.